തീരണമെങ്കിൽ എല്ലാം തീരും. അങ്ങനത്തെ നായകനുള്ള അതില്ല. ആ ഒരു പരിപാടി കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. ചോരക്കളി ഒന്നും പറയല്ല. മലയാളത്തിലെ KGF വേറെ ലെവല്. ഹനീഫാദനി ഇത്രയും പ്രതീക്ഷയില്ല. ഹൈലൈറ്റ്സിൻ്റെ അങ്ങേ അറ്റം എക്സ്ട്രീം അടിപൊളി, ഒന്നും പറയില്ല. ആക്ഷൻ പാക്ക് ഇറങ്ങുന്നത് അത് അത്ര വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. KGF യാഷ് ചെയ്ത പല സാധനങ്ങളും ആ ഒരു സിമിലാരിറ്റിയിൽ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. വയലൻസ് കുറച്ച് കൂടുതലാണ്. ഫാമിലി വയലൻസ് കൂടുതലാണ്. കിഡ്സിന് പറ്റില്ല. കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. പടം കുഴപ്പമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ പടത്തിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് വയലൻസ് തന്നെയാണ്. നമ്മൾ സിനിമയുടെ മേക്കേഴ്സ് തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള സിനിമ ആയിരിക്കും. എന്നിരുന്നാൽ കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും പിന്നെയും ഒരു പടി മുകളിൽ കൂടെ. ഈവൻ ആ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിൽ പോലും നമ്മൾ എല്ലായിടത്തും ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ 1-2 ദിവസങ്ങൾ. അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന കുറച്ച് സീനുകളുണ്ടെന്ന് പോലും. ആ സീനുകൾക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും അതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ബ്രൂട്ടൽ സൈഡാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സിനിമകളിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും വില്ലനെല്ലാം നമ്മൾ തീർക്കും. പക്ഷേ നായകൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നൊരു നായകൻ്റെ കൂടെ ആൾക്കാർക്കും കുറച്ചൊക്കെ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ സിനിമകൾ സാധാരണ കണ്ടുവരുന്നത്. അത് ക്ലീഷേ ഒരു പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം ഇത് വില്ലനുമില്ല നായകനില്ല, തീരണമെങ്കിൽ എല്ലാം തീരും. അങ്ങനത്തെ നായകനുള്ള അതില്ല. ആ ഒരു പരിപാടി ഇരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു ക്ലീഷേ പൊളിച്ചെടുക്കലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതേസമയം പേഴ്സണലി നമുക്ക് അത്രയും വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സമയത്ത് നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫിന് ഒരു ക്ലൈമാക്സിന് എനിക്ക് ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് പോലത്തെ സംഭവമാണ് കിട്ടിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഒരു തരിപ്പായിരുന്നു. കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഹൈലി ഡിസ്റ്റർബ്ഡ് ആവും. ഞാൻ ഡിസ്റ്റർബ്ഡായി. ഇനി എനിക്കറിയില്ല എല്ലാ പ്രേക്ഷകരും അതേ ഫാമിലി ഓഡിയൻസിന് കുറച്ചൊരു കടുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഈ അടുത്ത് വന്ന ഇപ്പം ബഗീര എന്നൊരു കന്നഡ സിനിമ ഇടയ്ക്ക് വന്നിരുന്നത്, അത് ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടത്. ആ സിനിമയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ബോഡി പാർട്സ് ഇങ്ങനെ ചോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് യൂസ് ടു ആയുള്ള. അപ്പോൾ ഞാൻ അതൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഇത് ബോഡി പാർട്സ് ചോപ്പ് ചെയ്യുന്നില്ല, അത് അതിനേക്കാളും വയലൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായിപ്പോൾ. കാരണം ആൾക്കാർക്ക് ഇതാകും. കാരണം അത്രത്തോളം രീതിയിലുള്ള ഒരു ഇതായിപ്പോയി. കാരണം അത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംവിധായകൻ്റെ അവരുടെ ഇതാണ്. വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ക്ലീഷ പൊളിച്ചെടുക്കലിൻ്റെ ഭാഗമാണത്. ഒരുത്തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല. ഇതിനേക്കാളും വയലൻസ് ഉള്ള സിനിമകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പകരം വയ്ക്കാനില്ലെന്നാണ് ഇല്ല എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ചില സെക്കൻഡ് ഹാഫിലാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആദ്യം വരുന്ന ഒരു ഫൈറ്റിലാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മളിപ്പം ബോഡിയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് നിന്ന് മറ്റേ എന്താ പറയുക സ്ഫോടനം നടത്തും പോലെയാണ് ഇങ്ങനെ ബ്ലഡൊക്കെ ഇങ്ങനെ തെറിക്കുന്നത്. അതൊക്കെ ഇച്ചിരി ഓവറായിട്ട് തോന്നി. അതൊക്കെ കുറച്ചൊന്ന് അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് പിന്നെ അങ്ങോട്ടുള്ള സീനുകളിൽ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഈ പരിപാടിയാണ് വയലൻസ് നമ്മൾ KGF വയലൻസ് എന്ന് പറയും. ഇത് വയലൻസ് ഇൻറ്റു 100 എന്ന് എഴുതി വയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് വന്നിട്ടുള്ളത് സിനിമ.